ഇപ്പോൾ നിരന്തരമുള്ള ഈ കണ്ടെത്തലുകൾ DGCAയുടെ കണ്ടെത്തലാണെങ്കിലും മറ്റ് കമ്പനികളുടെ അഭ്യർത്ഥനകളാണെങ്കിലും ഒക്കെ പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു ചട്ടം DGCA കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ചട്ടത്തിൽ നേരത്തെ മാറ്റം വരുത്തിയിരുന്ന ഇല്ലെങ്കിൽ പരിഷ്കരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യത്തിൽ നിന്ന് നേരത്തെ ഉള്ളതുപോലെ തന്നെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാം എന്നതാണോ ഇപ്പോൾ നേരിടുന്നത്? അതായത് ഈ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പരാതി നേരത്തെ ഉയരുന്നുണ്ട് വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്ന്. അത് പരിഹരിച്ചാൽ തീരുന്ന പ്രശ്നമാണോ നിലവിലുള്ളത്? 1-ാം തീയതി മുതലാണ് ഈ പുതിയ ഷെഡ്യൂൾ നിലവിൽ വന്നത്. DGCAയുടെ നിർദ്ദേശപ്രകാരം ഇതെല്ലാ വിമാന കമ്പനികളും പാലിക്കണമെന്ന കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നവംബർ 1 മുതൽ ഇത് നിലവിൽ വരുത്താനായിട്ട് എല്ലാ വിമാന കമ്പനികളും തീരുമാനിച്ചത്. എന്നാൽ അത്തരമൊരു കാര്യം നിലവിൽ വരുമ്പോൾ ആവശ്യമായിട്ടുള്ള പൈലറ്റുമാരെയും അതോടൊപ്പം തന്നെ ക്രൂ എല്ലാം ആവശ്യമായി വരും. എന്നാൽ അവിടെ ആവശ്യമായിട്ടുള്ള നിയമനം ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ ഒരു കണ്ടെത്തലായി പുറത്തു വരുന്നത്. അതാണ് ഇത്തരമൊരു താളപ്പിഴക്ക് കാരണമായി മാറിയത്. ഇനി ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കൂടുതൽ പൈലറ്റുമാരെയും കൂടുതൽ ജീവനക്കാരെയും എല്ലാം വിമാനത്തിനകത്തും പുറത്തുമായിട്ടുമെല്ലാം എയർ ഇന്ത്യ ഇൻഡിഗോ നിയമിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു അടിയന്തരമായി പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഇനിയും 2 മാസം എടുക്കുമെന്നാണ് എയർ ഇന്ത്യ ഇൻഡിഗോ ഇന്ന് രാവിലെ ഇറക്കിയ വാർത്താ സമ്മേളനത്തിൽ അവരുടെ വാർത്താക്കുറിപ്പിൽ അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് DGCA വളരെ വേഗം ആ നിർദ്ദേശം താൽക്കാലികമായിട്ട് ഇപ്പോൾ പിൻവലിച്ച് സർവീസുകൾ സാധാരണ നിലയിലേക്ക് മാറ്റുകയും ഒപ്പം ഈ നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള നടപടികൾ എത്രയും വേഗം ഇൻഡിഗോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇനിയിപ്പോൾ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് ഇൻഡിഗോ ഏറ്റവും അവസാനം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം യാത്രക്കാരോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോഴും നിരവധി യാത്രക്കാർ ഡൽഹി, ഹൈദരാബാദ്, അതോടൊപ്പം തന്നെ മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമോ താമസ സൗകര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള വ്യാപക പരാതികളും വിവിധ ഇടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 1 മണിക്കൂർ മുമ്പ് ഇൻഡിഗോ ഇറക്കിയ കുറിപ്പിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നുണ്ട്. ഒപ്പം ഭക്ഷണങ്ങൾ എല്ലാവർക്കും എത്തിക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നുകൂടി ഇപ്പോൾ ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. ഇൻഡിഗോനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു വലിയ തകർച്ചയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി നിരവധി സർവീസുകൾ റദ്ദാക്കുന്നു. അവരുടെ ഓഹരി വിപണിയിൽ വലിയ ഇടിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. ഇനിയിപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കൂടുതൽ പൈലറ്റുമാരെയും കൂടുതൽ ജീവനക്കാരെയും എല്ലാം നിയമിച്ചാൽ മാത്രമേ ആ പഴയ നിലയിലേക്ക് ഇൻഡിഗോക്ക് ഇനിയിപ്പോൾ മാറാൻ സാധിക്കുകയുള്ളൂ. നിലവിലത്തെ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് മറ്റു വിമാന കമ്പനികൾ പ്രത്യേകിച്ച് എയർ ഇന്ത്യ ഉൾപ്പെടെ ഇത്തരത്തിൽ ലാഭം ഈടാക്കിക്കൊണ്ട് ഇത്രയധികം അതാണ് ആ കൊള്ള ഈ സമയത്ത് നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം സീസണുകളിൽ പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് പ്രവാസികളാണ് ഇതുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ഈ കൊള്ളവിലയുടെ എപ്പോഴും ഇരകളാകാറുള്ളത് പ്രവാസികളാണ്. പ്രത്യേകിച്ച് അവരുടെ വെക്കേഷൻ ടൈമിലൊക്കെ വലിയ രീതിയിൽ ഉയർത്താറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആഭ്യന്തരമായി ഇത്തരത്തിൽ വില ഉയർത്തുക, ടിക്കറ്റ് നിരക്ക് ഉയർത്തുക, അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത്രയധികം ആളുകൾ ഓരോ വിമാനത്താവളത്തിലും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലെങ്കിൽ അവരുടെ പണം നഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ ഇല്ലാതാക്കിയിട്ടുള്ള അത്ര വലിയ പ്രതിസന്ധിയിൽ അവർ നിൽക്കുമ്പോഴാണ് വീണ്ടും ഇരുട്ടടിയായി. അതായത് മറ്റൊരു എയർലൈൻ എടുത്ത് അവർക്ക് യാത്ര ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാൽ പോലും ഈ കനത്ത തുക കൊടുക്കേണ്ടി വരുന്നതിലേക്ക് വരുന്നത് അത് എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല? അപ്പൊ പ്രവാസികളുടെ ആവശ്യം കാലങ്ങളായിട്ട് ഒരു തരത്തിലും പരിഹരിക്കാൻ ഇല്ലെങ്കിൽ ജനപ്രതിനിധികളോ MP-മാരൊന്നും പറഞ്ഞിട്ട് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാവുന്നതേ ഉള്ളൂ കേന്ദ്രത്തിന് ഈ വിഷയമെന്നാണ്. എത്ര ദിവസത്തേക്കാണ് ആളുകൾ ഈ രീതിയിൽ ഇത്രയും തുകയ്ക്ക് ബുക്ക് ചെയ്യേണ്ടി വരുന്നത്? അതിലെങ്ങനെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതിനെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഇൻഡിഗോ ഉൾപ്പെടെ ഇത്രയധികം തുക കുത്തനെ വർദ്ധിപ്പിച്ചത്. രാവിലെയൊന്നും ഇത്രയധികം വർധന ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് വളരെ പെട്ടെന്ന് ഈ 1.5 ലക്ഷം രൂപയിലേക്കെല്ലാം ഉയർത്താനായിട്ട് എയർ ഇന്ത്യ തീരുമാനിച്ചത്. അത് എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉടൻ തന്നെ പെടുകയും ചെയ്തിരുന്നു. തുടർന്നായിരുന്നു